ക്ലാരെ, ഒരു കാര്യം മാത്രം എനിക്ക് മനസ്സിലായില്ല. ക്ലാരയ്ക്ക് വിഷ്ണുവിന് ഇഷ്ടമായിരുന്നു, പക്ഷേ പഞ്ചമി വിഷ്ണുവിനെ സ്വന്തമാക്കി. അപ്പോൾ ക്ലാരയ്ക്ക് പഞ്ചമിയോട് ദേഷ്യം ഉണ്ടാവുക സ്വാഭാവികം. പക്ഷെ ഈ പഞ്ചമിക്ക് ക്ലാരോട് എന്തിനാ ദേഷ്യം? ഞാൻ സ്നേഹിച്ചാളെ പഞ്ചമി സ്വന്തമാക്കിയപ്പോൾ എനിക്ക് സഹിച്ചില്ല. എന്നിട്ടെന്താ, ഞാൻ പഞ്ചമിയുടെ അച്ഛനോട് പറഞ്ഞു. എന്ത്? അവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും അവർ കറങ്ങി നടക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. അടിപൊളി. എന്നിട്ട് പഞ്ചമിന് അവളുടെ അച്ഛൻ കുറേ തല്ലി, വിഷ്ണുവിനെ നാട്ടിൽ നിന്ന് മോടിച്ചു. എന്റെ ദൈവമേ, അതാ അവൾക്ക് എന്നോട് ഇത്ര ദേഷ്യം. ആ ദേഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളൊന്നുകൂടി ഉഷാറാക്കണം. അതിനെന്താ വേണ്ടേട്ടാ? നമ്മൾ മാക്സിമം വീടുകൾ കവർ ചെയ്യണം. എല്ലാ വീട്ടിലും നമ്മൾ എത്തണം. അത് തന്നെ. ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ അത് ശരിയാക്കി തരാം, ഇത് ശരിയാക്കി തരാം, പെൻഷൻ, റോഡ്, സ്ട്രീറ്റ് ലൈറ്റ്, ലോകത്തുള്ള എല്ലാ സംഭവവും ശരിയാക്കി തരാം. അങ്ങോട്ട് തട്ടിവിട്ടേക്കണം. ആര്? ഞാനോ ഇതൊക്കെ ശരിയാക്കണത്? ശരിയാക്കണമെന്നില്ല, പക്ഷെ തള്ളിന് ഒട്ടും കുറവല്ല. അപ്പൊ തള്ളാണോ വിജയിക്കാൻ വേണ്ടത്? മെമ്പറാകുന്നത് വരെ വാഗ്ദാനത്തള്ളു, മെമ്പറായ പിന്നെ ആഞ്ഞൊരു തള്ളു. എങ്ങനെ? രജനീകാന്തിന്റെ സിനിമയിലെ ഡയലോഗില്ലേ, ഞാൻ ഒരു തടവ് சொன்னால் 100 തടവ് சொன்ன മാതിരി. അതുപോലെ നമ്മളൊരു കാര്യം ചെയ്താൽ അത് 100 കാര്യം ചെയ്ത പോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയണം. എന്റെ ദൈവമേ, ഇതൊക്കെ ആരെത്തിക്കും? അതിന് PR ഏജൻസികളുണ്ടെന്നേ. അത് തെറ്റല്ലേ ഏട്ടാ? അതെ, തെറ്റാണ്. 5 രൂപ പോലും വിലയില്ലാത്ത ഒരു കുപ്പി വെള്ളം മിനറൽ വാട്ടർ എന്ന പേരിൽ നമ്മളിൽ കിട്ടുമ്പോൾ എത്ര രൂപ കൊടുക്കുന്നുണ്ട്? 20 രൂപ. അതെ, 20 രൂപ. എല്ലാവർക്കും വേണ്ടത് ലാഭമാണ്. ചിലവാക്കുന്നതിന്റെ 3 ഇരട്ടിയും 4 ഇരട്ടിയും ലാഭം. ഇത് മാറ്റേണ്ടത് ജനപ്രതിനിധികൾ കൂടിയല്ലേ? അവർക്കും ഒരു ഉത്തരവാദിത്തല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ ഇതൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. പ്രതികരിക്കാൻ തുടങ്ങിയാൽ നമുക്കില്ലാത്ത കുറ്റങ്ങളുണ്ടാവില്ല. നമ്മളറിയാതെ തന്നെ പലരും ശത്രുക്കളായിട്ട് മാറും. എന്നാൽ നമുക്കൊന്ന് പ്രതികരിച്ചാലോ? വളരെ നല്ലത്. പക്ഷെ അതിന് ഒരു പ്രലോഭനങ്ങൾക്കും ഒരു വെല്ലുവിളിക്കും പിടികൊടുക്കാത്തൊരു മനസ്സുണ്ടാവണം. മറ്റുള്ളവരുടെ കണ്ണുനീര് നമ്മുടെ കൂടി ദുഃഖമാകണം. അപ്പോൾ നമ്മുടെ കൂടെ കൂടാൻ ഒരു കൂട്ടം ഉണ്ടാവും, നന്മ നിറഞ്ഞൊരു കൂട്ടം. നമ്മുടെ പഞ്ചമി ചേച്ചിനെ കാണുന്നില്ലല്ലോ. 10 മണിയായി ഇപ്പൊ സമയം. എന്താ നോക്കി ഇവിടെ അല്ലേ നമ്മളോട് പറഞ്ഞേ? ഇവിടെ നിൽക്കാനാ പറഞ്ഞേ. രാമേട്ടനല്ലേ അത്? എന്തേട്ടാ? തരാൻ പറഞ്ഞു. ആര്? പഞ്ചമി കാലത്ത് കടയിൽ വന്നിട്ടുണ്ടായി. ഈ ലെറ്റർ നിങ്ങളെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ടൊരു ബസ്സിൽ കയറി പോവുകയും ചെയ്തു. അതെ, കൂടെ ഒരു അവിഞ്ഞ ലുക്കുള്ള ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതാവോ? ഞാൻ പോവുകയാണ്, എൻ്റെ വിഷ്ണു തിരിച്ചു വന്നു. ക്ലാര ഞങ്ങളോട് ചെയ്തതിന് ഇതിലും വലിയ പ്രതികാരം എനിക്ക് ചെയ്യാനില്ല. ഞങ്ങൾ അന്വേഷിക്കരുത്, എലക്ഷനിൽ മത്സരിക്കാൻ വേറെ ആരെങ്കിലും കണ്ടെത്തുക എന്ന് പഞ്ചമി. പിന്നെ അവളുടെ ഒപ്പും. എൻ്റെ സോണി പോയലോടെ നമ്മുടെ സ്ഥാനാർത്ഥി. എൻ്റെ ചേട്ടാ, നമ്മൾ ഇത്ര നാളെടുത്ത പണിയെല്ലാം വെറുതെ ആയില്ലേ? വിഷ്ണു, ഒരു അവിഞ്ഞ ലുക്കുള്ള വിഷ്ണു. What a country, no signal. Hi bro. പഞ്ചമിയുടെ വീട് ഈ ബോർഡ് ഫ്ലെക്സ് ഒക്കെ ഉള്ള പഞ്ചമി. പഞ്ചമി ചേച്ചി? ചേച്ചിയുടെ ആരാ? ഫ്രണ്ടാ. അതെ, ഞാൻ ആ പാടത്തിന്റെ സൈഡിലുള്ള വീട്ടിൽ പോയിരുന്നു. അടച്ചിട്ടേക്കണ്. നമ്മുടെ പഞ്ചമി ചേച്ചി പഴയ താമസിച്ച വീട്ടിൽ നിന്ന് മാറി ഇതിപ്പോ ആ കാണുന്ന പുതിയ വീട്ടിലാണ് താമസിക്കുന്നത്. ആ വീട്ടിലോ? താങ്ക് യു. ചേട്ടന്റെ പേര്? വിഷ്ണു. എന്തൊക്കെയായിരുന്നു? ഈ ജംഗ്ഷനിൽ ഫ്ലെക്സ് വേണം, അപ്പുറത്തെ ജംഗ്ഷനിൽ ഫ്ലെക്സ് വേണം. ഇപ്പൊ ഇന്നായത് ഭാഗ്യം. അതിപ്പോ നാളത്തെ ഒരു ദിവസം കൂടി ഉണ്ട്. നമുക്ക് ഇന്ന് ആരെങ്കിലും തപ്പി പിടിച്ച് പുറത്തിറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നോമിനേഷൻ കൊടുക്കാം. നാളെ ലാസ്റ്റ് ഡേറ്റ് അല്ലേ? നാളെ ലാസ്റ്റ് ഡേറ്റ്. ഭാഗ്യം ഇന്ന് പോയത്. അവളുടെ ഒരു വിഷ്ണു.